നമ്മുടെ റെക്കോർഡ് ക്ലാസ് കണ്ടായിരുന്നോ? ഓക്കെ, റെക്കോർഡ് ക്ലാസ് കണ്ടായിരുന്നോ ഇന്നലത്തെ? റെക്കോർഡ് ക്ലാസ് കിട്ടുന്നില്ലല്ലോ, അതിൽ കയറാൻ പറ്റുന്നില്ല. ലിങ്കിൽ കയറാൻ പറ്റുകയാണോ? അതെ, ലിങ്കിൽ അത് ശരിയാണില്ല. ലിങ്ക് കയറിയിട്ട് വേറെ എന്തൊക്കെയോ കാണിച്ചത് ശരിയാണില്ല. ഓക്കെ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ നോക്കട്ടെ എന്താണെന്നുള്ളത്. കണ്ടവരുണ്ട്? ഗ്രൂപ്പിൽ കയറിയിട്ട് റെക്കോർഡ് കണ്ടവരുണ്ടോ? ആർക്കും കാണാൻ പറ്റിയിട്ടില്ല? ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തായിരുന്നു, പിന്നെ റെക്കോർഡ് നോക്കിയപ്പോഴും കിട്ടിയിട്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടും. ഞാൻ കണ്ടു, കണ്ടു ഞാൻ. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടും. അപ്പോൾ അതിന്റെ ബാക്കി നമുക്കൊന്ന് പറയാം. നമ്മള് ഒരുവിധ അളവുകളാണ് നമ്മൾ നല്ല മൈക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കണേ, മൈക്കും ക്യാമറയും. ഓക്കെ, അപ്പോൾ ഒരുവിധ അളവുകൾ നമ്മൾ എടുക്കുന്നത് രീതികൾ പഠിച്ച് അല്ലേ, അതിൻ്റെ റെക്കോർഡ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ബാക്കിയുള്ള അളവുകൾ കൂടി കിട്ടണം. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ ഏതൊക്കെ അളവുകളുണ്ടായിരുന്നു? ഫുൾ ലെങ്ത്ത്, വേസ്റ്റിൻ്റെ ലെങ്ത്ത്, ഹിപ്പിൻ്റെ ലെങ്ത്ത്, സീറ്റ് ലെങ്ത്ത് ആയിട്ട് എടുക്കേണ്ടവർക്ക് സീറ്റ് ലെങ്ത്ത് ആയിട്ട് എടുക്കുക. പിന്നെ നെക്കിൻ്റെ 2 ഭാഗത്തെ ലെങ്ത്തുകൾ, പിന്നെ ഷോൾഡർ, അത് കഴിഞ്ഞിട്ട് എഴുതി വെച്ചവരില്ലേ ആം ഹോള്, പിന്നെ നെക്കിൻ്റെ റൗണ്ട്, നമ്മുടെ നെക്കിൻ്റെ റൗണ്ട്. ഇതുവരെയാണ് ഇന്നലെ അടുത്ത ക്ലാസ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്താണ്. എത്രയാണോ നിങ്ങൾക്ക് സ്ലീവിന് ലെങ്ത്ത് വേണ്ടത് എന്നുള്ളത് നോക്കാം. ഫുൾ സ്ലീവ് യൂസ് ചെയ്യുന്നവരുണ്ട്, 3/4 യൂസ് ചെയ്യുന്നവരുണ്ട്, ഹാഫ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഷോർട്ടായിട്ടുള്ള സ്ലീവ് യൂസ് ചെയ്യുന്നുണ്ട്. 4 ടൈപ്പിലാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് അല്ലേ. അപ്പോൾ അതെത്രയാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് എഴുതി വെക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ റൗണ്ട്, അതായത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഏത് ഭാഗത്താണോ കിടക്കുന്നത് അവിടുത്തെ റൗണ്ട്. ഇപ്പോൾ ഞാൻ ഫുൾ സ്ലീവാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഫുൾ സ്ലീവ് ഇപ്പോൾ ഇവിടം വരെ ഉണ്ടാവുമല്ലോ, ഫുൾ ലെങ്ത്തായിട്ട് ഇവിടം വരെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ റൗണ്ട്, സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തെ റൗണ്ട്. ഞാൻ ഫുൾ സ്ലീവ് അല്ല 3/4 സ്ലീവാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ഭാഗത്തെ റൗണ്ട്. ഞാൻ ഹാഫാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുട്ടുകൈക്ക് നേരെ മേലെ ഇവിടെയാണ്, ഹാഫായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ട് ഭാഗം. ഷോർട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആം ഹോളിൻ്റെ തൊട്ട് താഴെയുള്ള അണ്ടർ ആം ഹോളിൻ്റെ റൗണ്ട്. ഇങ്ങനെ ആണ് നമുക്ക് വേണ്ടത് എന്ന് കരുതി ഇപ്പോൾ ഫുൾ സ്ലീവാണ് നിങ്ങൾ ഫുൾ സ്ലീവ് എടുത്തവർക്ക് ഓരോ ഭാഗത്തെയും റൗണ്ടിൻ്റെ ആവശ്യമില്ല, ഒറ്റ ഭാഗത്തുള്ള റൗണ്ട് മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള വണ്ണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ 2 അളവുകളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ആം ഹോളിൻ്റെ റൗണ്ടും പിന്നെ താഴത്തെ സ്ലീവിൻ്റെ റൗണ്ടിൻ്റെ ആ ഭാഗവും. അത് രണ്ടും എത്രയാണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അതും എഴുതി വെക്കാം. ഇത്രേ വേണ്ടുള്ളൂ നമുക്ക്. എന്തിന്? നമ്മുടെ ഓക്കെ, ഇത്രേ വേണ്ടുള്ളൂ, അളവുകളായിട്ട് നമുക്ക് ഇത്രേ വേണ്ടുള്ളൂ. ഇനി ഈ ഓരോ അളവുകളും മാർക്ക് ചെയ്യാനാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഈ മാർക്ക് ചെയ്യുമ്പോൾ ഈ അളവുകളുടെ കൂടെ ചേർക്കേണ്ട കുറച്ച് അളവുകളുണ്ട്. അതിനെ ഫോർമുല എന്ന് നമ്മൾ പറയും. ഓരോ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. അതിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ലെങ്ത്ത് തന്നെയാണ്. ലെങ്ത്ത് പ്ലസ് തയ്യൽ തുമ്പ് അല്ലേ, സീം അലവൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് കൂട്ടേണ്ടത് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഒരു ഷീറ്റിൽ. നിങ്ങളുടെ കയ്യിൽ ഷീറ്റ് ഉണ്ടെങ്കിൽ, ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ ചാർട്ട് പേപ്പറിൽ മാർക്ക് ചെയ്യാം. അതല്ല എങ്കിൽ A4 ഷീറ്റോ അതും കിട്ടിയില്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി. ന്യൂസ് പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് നോക്കാം. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലല്ല സോറി, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലോത്തിൻ്റെ നീളവും വീതിയും എത്ര ഇഞ്ച് വേണം എന്നുള്ളതൊക്കെ അല്ലേ. റണ്ണിങ് മെറ്റീരിയലാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ പറഞ്ഞ പോലെ നമ്മുടെ ഇറക്കത്തിൻ്റെ വണ്ണത്തിൻ്റെ അനുസരിച്ചിട്ട് മേടിക്കുക. 2.5 മീറ്റർ ആണെങ്കിൽ അങ്ങനെ, 3 മീറ്റർ ആണെങ്കിൽ അങ്ങനെ പാകിച്ചിട്ട് 4 ആക്കിയിട്ടാണ് നമ്മൾ ഈ ക്ലോത്ത് മടക്കി വെക്കുക. ചാർട്ട് പേപ്പർ തന്നെ വേണമെന്നില്ല. ഒന്നുകിൽ ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്നാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അത് എഴുതി മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ A4 ഷീറ്റ് ആയാലും മതി. അതും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ നോട്ട്ബുക്കിൻ്റെ പേജില്ലേ അതായാലും മതി, ന്യൂസ് പേപ്പർ ആയാലും മതി. ഓക്കെ, എന്താ പറഞ്ഞ നോട്ട്ബുക്കിൻ്റെ സെൻറ്റർ പേജ് നോക്കാം. ഇപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു ചാർട്ട് പേപ്പറിൻ്റെ പകുതി ഭാഗമാട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്തിനെ ആദ്യം 2 ആക്കി ഇങ്ങനെ മടക്കും. ഒരു രീതിയിൽ 2 ആക്കിയിട്ടാണ് മടക്കുക. അതിനുശേഷം അതിനെ 4 ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ മടക്കും. മനസ്സിലായി? നമുക്ക് വീതി ഓവറാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതിന് വീതി കുറച്ചെടുക്കാനും പറ്റും. അതായത്
ഇപ്പം നിങ്ങൾക്ക് 2 മീറ്ററിൻ്റെ ഒരു ക്ലോത്ത് ചുരിദാറിൻ്റെ സെറ്റായിട്ട് വരുന്നതുണ്ട്. റണ്ണിങ് മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീറ്റർ കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അല്ലേ. 2 വേണോ 3 വേണോ 3.5 വേണോ അത് എത്രയാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ചില ബിറ്റായിട്ട് വരുന്നതിൽ 2 മീറ്റർ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2.25 മീറ്റർ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് സ്ലീവിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കൊണ്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അത് ഇങ്ങനെയുള്ളൊരു മോഡലായിരിക്കും ചുരിദാറിൻ്റെ. ഈ ഒരു രീതിയിലായിരിക്കും എൻ്റെ മടക്ക് വരുന്നത്. എങ്ങനെ ഈ ഭാഗം ബാക്കിലേക്കും ഈ ഭാഗം ഫ്രണ്ടിലേക്കും. ഈ ഫ്രണ്ടിലെ പീസിൽ ഒരു പക്ഷേ ചിലതിൽ എല്ലാത്തിലും ഉണ്ടാവില്ല, ചിലതിൽ ഫ്രണ്ടിലെ പീസിൽ സെൻറ്റർ ഭാഗത്ത് നെക്കിൻ്റെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടാവും, നെക്കിൻ്റെ ചെറിയൊരു രീതിയിലുള്ള എന്തെങ്കിലും എംബ്രോയിഡറി വർക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ട് എന്താക്കാൻ പറ്റൂല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്ത് നിന്ന് നെക്ക് എടുക്കാനോ ഇങ്ങനെ നെക്ക് എടുക്കാനോ പറ്റൂല. ഓൾറെഡി അതിൽ നെക്ക് വർക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഭാഗം തന്നെ ഇങ്ങനെ സെൻറ്ററിലേക്ക് വെക്കാനേ പറ്റുള്ളൂ അല്ലേ. പക്ഷേ അതിൻ്റെ ബാക്കോ, അതിൻ്റെ ബാക്ക് പാർട്ട് വീതിയും നീളം ഉള്ളതായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഒരുമിച്ച് നമുക്കിതിന് സ്ലീവിന് വേറെ കിട്ടണമല്ലോ. അപ്പോൾ ഈ സെൻറ്ററിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 വശത്തെ പീസ് വേസ്റ്റായിട്ട് കുറച്ച് അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടും വേസ്റ്റായിട്ട് പോകും. അങ്ങനെ വേസ്റ്റായിട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്ത് ഈ സെൻറ്ററിൽ എന്താ ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണ്ട, ജോയിൻ ചെയ്യാണ്ട് തന്നെ നമുക്ക് ആ ക്ലോത്തിൽ നിന്ന് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സെൻറ്ററിൽ നെക്ക് വർക്ക് വരുന്ന പീസാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലെ പീസിനെ ആദ്യം തന്നെ മാറ്റി വെക്കാം. അതിനുശേഷം ബാക്കിലെ പീസ് എടുത്തിട്ട് ഈ ബാക്കിലെ ഈ പീസ്, ഈ മടക്കിൻ്റെ മേൽഭാഗമാണ് ബാക്കിലെ പീസ്. ഈ ഒരു ബാക്കിലെ പീസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെങ്ത്തായിട്ട് കണക്കാക്കാം. ഈ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം, ലെങ്ത്തായിട്ട് കണക്കാക്കാം. ബാക്കി വരുന്ന ഭാഗം നമുക്ക് സ്ലീവിന് എടുക്കാം. എങ്ങനെ, ജോയിൻ ഇല്ലാണ്ട് തന്നെ ഈ ഒരു സെൻറ്ററിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ക് പീസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പീസിനെ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം സ്ലീവിന് യൂസ് ചെയ്യാം. അല്ലാണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെ കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അപ്പോൾ അതിപ്പോൾ ഫ്രണ്ട് ഭാഗമാണെങ്കിലും ഫ്രണ്ടിൽ നെക്കിന് ഡിസൈൻ ഉണ്ടെങ്കിലും ഒക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നെക്കിന് ഡിസൈൻ ഇല്ല. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, പിന്നെ നമ്മള് സാധാരണ ഇതില് നീളത്തിൽ മടക്കിയിട്ട് സെന്റർ മടക്കാനല്ലോ ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ അങ്ങനെ അല്ലല്ലോ അല്ലെ, കൈ കിട്ടാൻ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കുന്നത്. അതെ, അതങ്ങനെയുള്ള ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ക്ലോത്ത് വരുമ്പോൾ മാത്രം. അല്ല നമുക്ക് 2.5 മീറ്ററിലും ക്ലോത്തിന് എക്സ്ട്രാ പീസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ കറക്റ്റ് ഭാഗത്തുനിന്ന് നീളത്തിൽ തന്നെ എടുക്കാം. ചില 2 മീറ്ററുള്ള പീസ് ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. 2 മീറ്ററുള്ള പീസാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ജോയിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, സ്ലീവിന് ഇങ്ങനെ സെൻറ്ററിൽ ഒരു ജോയിന് വരുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ രീതികൾ ഏതൊക്കെ ഭാഗത്തുനിന്ന് നമ്മൾ നോക്കി കട്ട് ചെയ്താലാണ് സ്ലീവ് ഇങ്ങനെ ജോയിൻ ആവാതെ കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്യുന്ന മുന്നേ തന്നെ ക്ലോത്ത് നോക്കി മനസ്സിലാക്കി എടുക്കണം. എന്നിട്ട് അതിൽ മാർക്ക് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് നമുക്ക് മടക്കി വെക്കാൻ പാടുള്ളൂ. ക്ലിയർ അല്ലേ? നമുക്ക് മാർക്കിൻ്റെ ഭാഗത്തിലേക്ക് പോവാം. നമ്മുടെ ക്ലോത്തിനെ ആദ്യം നമ്മൾ 2 ആക്കി മടക്കി വെച്ചതിന് ശേഷം അതിനെ 4 ആക്കി മടക്കി വെക്കണം. ഇങ്ങനെ 4 ആക്കിയിട്ട് മടക്കി വെക്കണം. Incoming voice call from +91. എന്താ കാണുന്നില്ലല്ലോ, കോൾ വന്നതാ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. 4 ലെയർ ആക്കിയിട്ട് ഈ വിധത്തിൽ 4 ലെയർ ആക്കിയിട്ട് 2 ഭാഗം, അതായത് ഒരു ഭാഗം ഫ്രണ്ടിലേക്കും ഒരു ഭാഗം ബാക്കിലും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടി. അതൊന്നും നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഫ്രണ്ട് ഭാഗം മനസ്സിലായില്ലോ, ഒന്നുകൂടി കാണിച്ചു തരുമോ മടക്കിയത് എങ്ങനെയാണെന്ന്? നമ്മുടെ നീളത്തിലുള്ള ക്ലോത്തിനെ അത് 2 ആക്കി മടക്കാം. അതിനെ 4 ആക്കി മടക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ സെൻറ്റർ ഭാഗം ഓപ്പൺ ആയിട്ടുള്ളതാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ ഓപ്പൺ ആയിട്ടുള്ളത് തന്നെ 2 ആക്കിയിട്ട് മടക്കാം. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ്, 2 ആക്കിയിട്ട് 2 വേറെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ 2 വേറെ തന്നെ മടക്കി വെക്കാം. അങ്ങനെ എങ്ങനെ മടക്കുകയാണെന്നുണ്ടെങ്കിലും ഈ നീളം ഒരു ഭാഗത്ത് കിട്ടുന്ന രൂപത്തിൽ 4 ലെയറാണ് നമുക്ക് വേണ്ടത്. ബാക്കിലേക്ക് 2 ഫ്രണ്ടിലേക്ക് 2 ആയിട്ട് 4 ലെയറാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? ഇനി നമുക്ക് ചെറിയൊരു അളവിൽ നിന്ന് തന്നെ തുടങ്ങി വരാം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടേപ്പിലെ സെന്റിമീറ്റേഴ്സും ഇഞ്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ലെങ്ത്ത് നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ ഇതിന് ലെങ്ത്ത് വേണ്ടത് എന്നുള്ളത് നോക്കാം.
എത്ര ഇഞ്ച് ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയതിന് ശേഷം അതിൽ കൂടി 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പോൾ ഈ ഇത് സെൻറ്റിമീറ്റേഴ്സിലാണ് എടുക്കേണ്ടത് കേട്ടോ. സെൻറ്റിമീറ്റേഴ്സിലാണ് എടുക്കേണ്ടത്. എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് വേണ്ടത്. 40 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ചാർട്ട് ഇവിടുന്ന് ഫുൾ ലെങ്ത്ത് എടുക്കുമ്പോൾ 1 ഇഞ്ച് സീം അലവൻസ് എടുക്കുന്നത് താഴെ ഭാഗത്ത് കര മടക്കി തയ്ക്കാൻ 3/4, മേലെ ഭാഗത്ത് ഷോൾഡർ ജോയിൻ ചെയ്യാൻ 4 ഇഞ്ചായിട്ടാണ് യൂസ് ചെയ്യുക. ഇനി നിങ്ങളുടെ തയ്യലിനനുസരിച്ച് ചില ആളുകളുടെ തയ്യലിൻ്റെ ശൈലിക്കനുസരിച്ച് ഇപ്പോൾ ഇവിടെ 4 ഇഞ്ചല്ല, നിങ്ങളൊരു 1/2 ഇഞ്ചോളം തന്നെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഒരു 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കാൻ ശ്രമിക്കാം. സ്റ്റാൻഡേർഡ് അളവ് പ്രകാരം നമുക്ക് 1 ഇഞ്ചോളം മതി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ഞാനിവിടെ ഒരു 26 ഇഞ്ചോളം ഞാൻ എടുക്കുന്നുണ്ട്. 25 ഇഞ്ച് ലെങ്ത്തും 1 ഇഞ്ച് സീം അലവൻസും കൂടിയിട്ട് 26 ഇഞ്ചോളം ജസ്റ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 26 ഇഞ്ച് ലെങ്ത്തും മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത അളവുകൾ ഏതാണ് നമ്മൾ പറഞ്ഞത്? ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഫോർമുല ഫസ്റ്റിൽ എഴുതി വെക്കുക. ഏതാണ്? ഫുൾ ലെങ്ത്ത് പ്ലസ് തയ്യൽ തുമ്പ് 1 or 1.5 എന്നുള്ള രീതിയിൽ എഴുതി വെക്കാം. രണ്ടാമത്തേത് ഷോൾഡർ ടു വേസ്റ്റിൻ്റെ ലെങ്ത്താണ് നമ്മൾ രണ്ടാമത്തെ പറഞ്ഞത് അല്ലേ? ഷോൾഡർ ടു വേസ്റ്റ് ലെങ്ത്ത്. ആ വേസ്റ്റ് ലെങ്ത്ത് അങ്ങനെ എഴുതി വെക്കുക. അവിടെ തയ്യൽ തുമ്പ് കുറയ്ക്കും കൂട്ടൊന്നും വേണ്ട. ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു കയറ്റം ഉണ്ടാവുള്ളൂ. അതൊരു സാരമല്ല. അതുകൊണ്ട് എത്രയാണോ നിങ്ങൾക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് കിട്ടിയത്, ഷോൾഡർ ടു വേസ്റ്റിൻ്റെ ലെങ്ത്ത് എത്രയാണോ കിട്ടിയത് അത് മാർക്ക് ചെയ്ത് വെക്കുക. എല്ലാ ലെങ്ത്തുകളും ഫസ്റ്റ് തന്നെ ഈ സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക. എല്ലാ ലെങ്ത്തുകളും എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ബേക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത്, ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്ത്, പിന്നെ വരുന്നത് എന്താണ്? വേസ്റ്റിൻ്റെ ലെങ്ത്ത്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം. ഒരു ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിയിലുള്ള ഷേപ്പ് കെടുക്കുന്ന ആ ഒരു ഭാഗം, അവിടുത്തെ ലെങ്ത്ത് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ജസ്റ്റ് അതും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം ഹിപ്പിൻ്റെ ലെങ്ത്ത്, അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള ആ ലെങ്ത്ത് അത് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അതും മാർക്ക് ചെയ്ത് വെക്കാം. മാർക്ക് ചെയ്ത് വെക്കാം. നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഫുൾ ലെങ്ത്തിലാണ് നമ്മൾ സീം അലവൻസ് ചേർത്തിട്ടുള്ളത്. ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടുള്ളത് സീം അലവൻസിലാണ്. ബാക്കിയുള്ളത് പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബേക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത്, ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്ത്, നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത്, ഹിപ്പിൻ്റെ ലെങ്ത്ത്. അത് സൈഡ് ഓപ്പൺ ഉള്ള ചുരിദാർ നമുക്ക് ആദ്യം നോക്കാം. അതിന് ശേഷം സൈഡ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിൻ്റെ മാറ്റം പറഞ്ഞുതരാം. ഓക്കെ. ഹിപ്പിൻ്റെ ലെങ്ത്ത്, ഈ ലെങ്ത്തുകൾ ഫുള്ള് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. എത്ര ലെങ്ത്തുകളാണ് വന്നത്? ബേക്കിലെ നെക്ക്. ഇനി ബേക്കിലെ നെക്കിനും ഫ്രണ്ടിലെ നെക്കിനും ഒരേ രീതിയിൽ ലെങ്ത്ത് എടുക്കുന്നവരുണ്ട്. അത് അതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ വേസ്റ്റ് ലെങ്ത്ത്, ഹിപ്പ് ലെങ്ത്ത്, ഇത്ര ലെങ്ത്തുകൾ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ എടുത്തത് ഏതായിരുന്നു? ഈ ലെങ്ത്തുകൾ മൊത്തം എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത അളവ് ഏതായിരുന്നു? ഷോൾഡർ ആണല്ലേ. ഈ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡർ മൈനസ് കണ്ടെത്തിയതിന് ശേഷം മാത്രം ഷോൾഡർ മാർക്ക് ചെയ്യാം. എങ്ങനെ ഷോൾഡർ മൈനസ് കണ്ടെത്താന്നറിയോ? അറിയുന്ന ഒന്ന് പറഞ്ഞോ. ഷോൾഡറിന്ന് നമ്മൾ കിട്ടിയ അളവിനെ പകുതി ആക്കല്ലേ ചെയ്യാ? അത് വേറെ. അതെന്തായാലും നമ്മുടെ ഈ ഷോൾഡർ നിവർത്തിയിട്ടല്ല, ഇങ്ങനെ നമ്മുടെ ഷോൾഡർ നിവർത്തിയിട്ടല്ല നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 2 മടക്കാക്കിയിട്ടാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ എന്തായാലും പകുതി തന്നെ ആയിരിക്കും മാർക്ക് വരാം. പക്ഷെ അതിൽ നിന്നും ഷോൾഡർ മൈനസ് കണ്ടെത്തേണ്ടതുണ്ട്. ഷോൾഡർ മൈനസ് കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബേക്കിലേക്ക് നെക്കിന് ഇറക്കം എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്തായാലും മതി, ഷോൾഡർ എത്രയാണോ കിട്ടിയത് അതിൻ്റെ പകുതി എടുത്തതിന് ശേഷം അവിടെ തയ്യൽ തുമ്പ് ഒരു 4 ഇഞ്ചോ 6 ഇഞ്ചോ ഇട്ട് കൊടുത്താൽ മാത്രം മതി. എങ്ങനെ? ഷോൾഡർ ബേക്കിലേക്ക് അതാണോ ഷോൾഡർ മൈനസ് എന്ന് പറയുന്നത്? അങ്ങനെയാണോ? അല്ല. ബേക്കിലേക്ക് നെക്ക് എടുക്കുന്നില്ല എങ്കിൽ, ബേക്കിലേക്ക് നെക്കിന് ഇറക്കം എടുക്കുന്നില്ല എങ്കിൽ, പർദ്ദ പോലെയുള്ള ഡ്രസ്സുകൾ കണ്ടിട്ടില്ല? പർദ്ദ പോലെയുള്ള ഡ്രസ്സുകൾക്ക് ബേക്കിലേക്ക് നെക്കിന് ഇറക്കം ഉണ്ടാവില്ല. അതേപോലെ കോളർ വെച്ചിട്ടുള്ള നെക്കുകൾ കണ്ടിട്ട്, ചുരിദാർ കോളർ വെച്ചിട്ടുള്ള ചുരിദാറുകൾ കണ്ടിട്ടില്ലേ? അതിനൊന്നും ബേക്കിലേക്ക് നെക്കിന് ഇറക്കം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ ബേക്കിലേക്ക് നെക്കിന് ഇറക്കമില്ലാത്ത ഡ്രസ്സാണ് എന്നുണ്ടെങ്കിൽ എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് ഷോൾഡർ കിട്ടിയിട്ടുള്ളത് നേരെ ഹാഫ് കാണാം. ഷോൾഡറിൻ്റെ നേരെ ഷോൾഡർ ബൈ 2 കണ്ടതിന് ശേഷം പ്ലസ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. തയ്യൽ തുമ്പ് മീൻ നമ്മുടെ ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് മാത്രം. എക്സ്ട്രാ കൂടുതലൊന്നും വേണ്ട അവിടെ തയ്യൽ തുമ്പ്. അപ്പം അത് ഓക്കെ ആയി. ഇനി ബേക്കിലേക്ക് നെക്ക് എടുക്കുന്നുണ്ടെങ്കിലോ
ബാക്കിലേക്ക് നെക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ ഷോൾഡർ മൈനസ് ചെയ്യണം. അതിന്റെ ഫോർമുല എഴുതി വെക്കാം. ഷോൾഡർ മൈനസിന്റെ ഫോർമുല. നമ്മള് പിന്നെ ബാക്ക് ലെങ്ത് എടുക്കുമ്പോ ശരിക്കും ഇത്ര അല്ലല്ലോ കിട്ടുന്നത്, മനസ്സിലായില്ല? കിട്ടുന്നില്ലല്ലോ ശരിക്ക്. എന്നുവെച്ചാ ബാക്ക് നമ്മൾ അളന്ന് നോക്കുമ്പോ കഴുത്തിന്റെ ലെങ്ത് സാധാരണ അളന്ന് നോക്കുമ്പോ എനിക്ക് 5 എത്രയോ കിട്ടിയത്, 5 കിട്ടുന്നത് ഫ്രണ്ട് ലെങ്ത്. അതേപോലെ ബാക്ക് ലെങ്ത് 2 കിട്ടുന്നത്. അവിടെ ബേക്കിലെ ലെങ്ത് 2 ഇയാൾക്ക് കിട്ടിയത്. ഓക്കെ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ബേക്കിലെ ലെങ്ത് എത്രയാണുള്ളത്? എനിക്ക് 3 കിട്ടിയ ബാക്കിലെ കിട്ടുന്നുണ്ട്, 4 കിട്ടുന്നവരുണ്ട്, 5 കിട്ടുന്നവരുണ്ട്. ബേക്കിലെ നെക്കിന്റെ ലെങ്ത് ഇഷ്ടമുള്ള ഒരു സംഖ്യ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് 3, 4, 5 ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മനസ്സിലായി? ഇപ്പൊ ബ്ലൗസ് 8 ഇഞ്ചോളം ബേക്കിലേക്ക് നെക്കിന് ഇറക്കെടുക്കുന്നവരില്ലേ, അത് ഓരോ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടമാണ്. ഫ്രണ്ടിലെ നെക്കിന് ഇത്ര വേണം, ബേക്കിലെ നെക്കിന് ഇത്ര വേണം, അത് ഓരോ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടമാണ്. അത് എത്രയോ ആയിക്കോട്ടെ, എത്ര സംഖ്യ. ഇപ്പോൾ 1 ഇഞ്ചാണ് ബേക്കിലേക്ക് നെക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഷോൾഡറിൽ നിന്ന് ഇതേ ആൾക്ക് തന്നെ 5 ഇപ്പോൾ 2 ഇഞ്ചാണ് കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 16 ഇഞ്ചാണ് ഇപ്പോൾ ടോട്ടൽ ഷോൾഡർ, 2 ഇഞ്ചാണ് ബാക്കിലേക്ക് നെക്കിന് ഇറക്കം വേണ്ടത്. അങ്ങനെ വരുമ്പോൾ തമിഴിൽ എനിക്ക് പേച്ച് ചെയ്യാറ്. அது வந்து டோட்டல் ஷோல்டர்ல இருந்து பேக் நெக் கூட லெங்த். இப்போ என்னோட பேக் நெக்கோட லெந்த் பாத்தீங்கன்னா நான் 5 வச்சிருக்கேன். ஓகே, பைசா பென் கொடு. உங்க டோட்டல் ஷோல்டர் எவ்வளோ? ஷோல்டர் ஒரு மினிட் மேம் 18. சரி, 18. இப்போ டோட்டல் ஷோல்டர் மைனஸ் வீடியோ கட் ஆகுது, வீடியோ கட் ஆகுது. இப்போ புரியுதா? 18ல இருந்து மீதி எவ்வளோ கிடக்கும்? மீதி 10. ஓகே, by 2 மீதி கிடைச்சா half. இப்போ புரியுதா? அப்போ 7 பாயிண்ட் ப்ளஸ் சீம் அலவன்ஸ் 8 மேம். 8 வருது. 8 இன்ச்சா? ஓகே, 8 இன்ச்சு வந்து சீம் அலவன்ஸ் நீங்கள் வந்து 4 இன்ச்சு எடுக்கும்போது 8 இன்ச்சு வரும். சீம் அலவன்ஸ் வந்து 1/2 இன்ச்சு எடுக்குമ്പോൾ 8.25 வரும். இப்போ புரியுதா மேம்? இப்போ இந்த 8ன்றது பேக் நெக். ஓகே மேம், இப்போ புரியுது. ഞാൻ മലയാളത്തിൽ പറയാം. ഓക്കെ മാം, ഇതിക്ക് മേലെ നിങ്ങൾ മലയാളത്തിലേ ചൊല്ലിക്കോங்க, പുരിയുது. ഓക്കെ ഓക്കെ, അപ്പം ഇനി മലയാളത്തിൽ മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി കണക്ക് പറയാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് വന്നിട്ടുണ്ടോ? ഞാൻ ഒന്നും കൂടി പറയാം. ഒരു വേറെ ഏതെങ്കിലും ഒരു അളവിൽ ഇപ്പോൾ 16ന്റെ ആൾ തന്നെ പറഞ്ഞല്ലോ, ഷോൾഡർ 16 ഇഞ്ചുള്ള ആൾ തന്നെ പറഞ്ഞല്ലോ, ആൾക്ക് 2 ഇഞ്ചാണ് ബേക്കിലേക്ക് നെക്കിന് ഇറക്കം വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടോട്ടൽ ഷോൾഡർ വന്നിട്ട് 16 ഇഞ്ചാണ്. ടോട്ടൽ ഷോൾഡർ വന്നിട്ട് 16 ഇഞ്ചാണ്. ടോട്ടൽ ഷോൾഡറിൽ നിന്നും ഈ ഫോർമുല എഴുതി വെക്കുക. ഇവിടെയാണ് ഈ ഒരു ഫോർമുല കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗവും ഈ നെക്ക് മലർന്ന് പോവാണ്ടിരിക്കലും ക്ലിയർ ആവുള്ളൂ. അത് മാത്രം, ആ ഒരു ഫോർമുല മാത്രം നിങ്ങൾ ജസ്റ്റ് ശരിക്കും എഴുതി വെക്കുക, മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. ഓക്കെ, ഇനി ബാക്കി അളവ് നമുക്ക് മാർക്ക് ചെയ്യാം. ഫോർമുല ഒന്നും കൂടി പറയോ? ഫോർമുല. ഹലോ മാം പറഞ്ഞല്ലോ ഷോൾഡർ അടിക്കാൻ, ഷോൾഡർ സൈഡ് അടിക്കാൻ, പിന്നെ കഴുത്തും അടിക്കേണ്ടി വരില്ല. അങ്ങനെ അല്ലാതെ ഷോൾഡർ മാത്രം അങ്ങനെ അടിക്കാൻ കഴിയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഷോൾഡർ എവിടെ വന്ന് കിടക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കഴുത്തൊന്നും അടിക്കണ്ട. ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം, ഇവിടെയും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇവിടുത്തെ അളവുകളൊന്നും നോക്കാൻ വേണ്ടി ചെയ്യണ്ട. എങ്ങനെയാ തലയിൽ കൂടെ കയറാം? കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ലോങ് നെക്കായിട്ട് തന്നെ കട്ട് ചെയ്ത് നോക്കാം, എന്നാലും അതിൻ്റെ മാറ്റം മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ലോങ് നെക്കിൻ്റെ ഇവിടുത്തൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ആയിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതുപോലെ ലോങ് നെക്കിലാണ് നിങ്ങൾ ഇപ്പോൾ 5 ഇഞ്ച് 4 ഇഞ്ച് 4 ഇഞ്ചൊക്കെ ആയിട്ട് നെക്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ രണ്ട് സൈഡ് ഇങ്ങനെ വലിഞ്ഞ് വരും. നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 സൈഡ് ഇങ്ങനെ വലിഞ്ഞ് വരും ബാക്കിലേക്ക്. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന പോലെ തോന്നും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിഞ്ഞ് ഷോൾഡർ ഇറങ്ങി കിടക്കുന്ന പോലെ തോന്നും. മറിച്ച് നമ്മൾ ഈ പറഞ്ഞത്
ഈ പറഞ്ഞതുപോലെ അവിടെ ഷോൾഡർ മൈനസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളത് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നമ്മുടെ ഷോൾഡർ കിടക്കേണ്ടത് ഇത് വലിഞ്ഞു കഴിഞ്ഞാലും ആ കറക്റ്റ് ഭാഗത്തേ നമ്മുടെ ഷോൾഡർ വന്ന് കിടക്കുള്ളൂ. മറിച്ച് ഈ ബേക്കിലേക്ക് നെക്ക് ഇറങ്ങാതെ കയറി വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഷോൾഡർ വലിയാനില്ല. ഇവിടെ നമ്മളൊരു 2 ഇഞ്ചിക്ക് 1 ഇഞ്ചിക്കൊക്കെ ആയിട്ട് നമ്മൾ ഷോൾഡർ എടുക്കുകയാണെങ്കിൽ എന്താണ് പിന്നെ വലിഞ്ഞു വരാനും മാത്രം ഇല്ല ഷോൾഡർ. ഓക്കെ, അതാണ് ബേക്കിലെ നെക്കാണ് മെയിനായിട്ട് ഷോൾഡറിൻ്റെ ബാലൻസ്.